ബബിതയും കൃഷ്ണമോളും അതുപോലെ രോഹിത്തും ഇപ്പോൾ അലീനയുടെ കൂടെ ആയത് കണ്ട് ആകെപ്പാടെ സമനില തെറ്റി നിൽക്കാണ് വൈജ. വൈജയാണെങ്കിലോ കൃഷ്ണമോളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് കൈവശാടി അവൾ എല്ലാവർക്കും കൊടുക്കുന്നത്? എൻ്റെ മോൻ രോഹി അവളെ കാണുന്ന പോലും വെറുപ്പായിരുന്നു, ഇപ്പം അവളോട് ഭയങ്കര സ്നേഹമാണല്ലോ. അതുപോലെ ബബിതയാണെങ്കിലോ അലീനെ എങ്ങനെയും അടിച്ച് പുറത്താക്കാൻ വേണ്ടി എന്തൊക്കെ പ്ലാൻ ചെയ്തതാ. എൻ്റെ കൂടെ വേറെ വീട്ടിലേക്ക് വരാണെന്ന് അവൾ പറഞ്ഞതാ. എന്നിട്ട് ഇപ്പോൾ അവളെ കണ്ടില്ലേ, അലീനയ്ക്ക് വേണ്ടി സേവ ചെയ്തുകൊണ്ടിരിക്കുക. അവളുടെ സ്വന്തം ഡ്രസ്സ് പോലും അവൾക്ക് കൊടുത്തു. ചേച്ചി എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. ഇതിനൊക്കെ അവൾ എന്ത് കൈവശാടി എല്ലാവർക്കും കൊടുക്കുന്നത് എന്ന് ചോദിക്കാണ്. അമ്മേ, അലീന ചേച്ചി ആർക്കും ഒരു കൈവശവും കൊടുക്കാറില്ല. ചേച്ചി എല്ലാവരും സ്നേഹിക്കാറേ ഉള്ളൂ. ആ സ്നേഹത്തിലാ എല്ലാവരും മയങ്ങുന്നത്, അല്ലാതെ ഒന്നുമല്ല. അമ്മ വിചാരിക്കുന്നത് പോലെ ചേച്ചി ആർക്കും അങ്ങനെ കൈവശം കൊടുക്കാറുമില്ല. മനസ്സിലായടി, എല്ലാം മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ആങ്ങളമാരും മനുവും എൻ്റെ അമ്മയും എൻ്റെ ഭർത്താവ് എൻ്റെ മക്കള് എല്ലാവരും അവളുടെ പിന്നാലെ പോകുന്നുണ്ടെങ്കിലേ അതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള എന്തോ ഒരു കാരണമുണ്ടെന്ന് എനിക്കറിയാടി എന്ന് പറയാണ്. പിഴച്ചവള്, അഹങ്കാരി, ഏതോ ഒരുത്തി പിഴച്ചിട്ട് പോയതല്ലേ അവളെ. അവളുടെയൊക്കെ സ്വഭാവം ഇത്രയൊക്കെ തന്നെ ആയിരിക്കും. തരം താണ സ്വഭാവമേ അവൾ കാണിക്കുള്ളൂ. ആരാ പിഴച്ചെന്നൊക്കെ ഞങ്ങൾക്കറിയാം എന്നിങ്ങനെ സൈലന്റ് ആയിട്ട് അവളിങ്ങനെ പറയുമ്പോൾ, എന്താണ് നീ പറഞ്ഞത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയടി, അല്ലാതെ ഇങ്ങനെ പിറുപിറുത്തോണ്ട് നിൽക്കാനല്ലേ വേണ്ടത് എന്ന് പറയുമ്പോൾ, ഒന്നുമില്ലേ എന്ന് പറയാണ് കൃഷ്ണമോള്. അതേസമയം ബബിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും വൈജ അവളെ പിടിച്ചു നിർത്താണ്. എന്താടി നിനക്കിപ്പോ അവളുടെ അടുത്തിരിക്കലെ സോഫ്റ്റ് കോർണർ? ഞാൻ വന്നന്നുകൂടി നീ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. തലേ ദിവസം കൂടി എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് നീ അങ്ങ് മിറിച്ച് നിൽക്കുമായിരുന്നല്ലോ. ഇപ്പൊ പിന്നെ എന്താടി നീ അലീനയുടെ ഭക്ഷണം പിടിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കാണ്. അമ്മേ, ഞാൻ ആരെ ഭക്ഷണം പിടിച്ചൊന്നുമില്ല. എന്തൊക്കെയാണേലും അവൾ അച്ഛൻ്റെ മോളല്ലേ അലീന. പിന്നെ നമ്മളെ സ്വീകരിക്കാതിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇത്രയും കാലം അനാഥാലയത്തിൽ വളർന്നല്ലേ, 23 വർഷത്തോളം. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ശല്യമുണ്ടോ? എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നു. രോഹിയേട്ടനെ എത്ര കാര്യമായിട്ട് നോക്കിയെന്ന് അമ്മ കണ്ടതല്ലേ. ചേട്ടൻ ഛർദിൽ വരെ ചേച്ചി വാരിക്കളഞ്ഞു. അത് മാത്രമാണോ? ആ ശരണയോട് പോയി അങ്ങനെയൊക്കെ സംസാരിച്ച് കൺവിൻസ് ചെയ്തത് കൊണ്ടല്ലേ നമ്മുടെ രോഹിയേട്ടൻ പുറത്തിറങ്ങിയത് പോലും. അമ്മയ്ക്ക് അതെങ്കിലും ചിന്തിച്ചൂടെ? അവൾ പറഞ്ഞത് കേട്ടില്ലേ അലീന ചേച്ചി? നിന്റെ ടോണിൽ തന്നെ നല്ല മാറ്റം ആയല്ലോടി ഇപ്പോ. നിനക്കിപ്പോ അലീന ചേച്ചി മതിയല്ലേ? അപ്പൊ ഞാൻ നിങ്ങളുടെ ആരും അല്ലേ? നിങ്ങളുടെ അച്ഛൻ എന്നെ ചതിച്ചൊന്നും നിങ്ങൾക്ക് ഒന്നും അല്ലേ എന്ന് ചോദിക്കാണ്. കൃഷ്ണ പറയുന്നുണ്ട്, അമ്മേ, ആരാരെ ചതിച്ചെന്നൊക്കെ കാലം തെളിയിക്കും. അതിനെക്കുറിച്ചൊന്നും അമ്മ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ നിൽക്കാത്തതാ അമ്മയ്ക്ക് നല്ലത്. എന്താടി, കുറെ നേരമായല്ലോ നീ മുള്ളുമൊനയൊക്കെ വെച്ച് സംസാരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറടി. എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ, അമ്മയുടെ സ്വഭാവം നന്നാക്കാൻ നോക്ക്. ഇപ്പൊ അമ്മക്ക് മനസ്സിലാവുന്നില്ലേ എല്ലാവരും അമ്മയെ ഒറ്റപ്പെടുത്താണെന്ന്? ഒരാളുടെ പിന്നാലെ എല്ലാവരും പോവുകയും ഒരാളെ എല്ലാവരും വെറുക്കുകയും ചെയ്യുകയാണെങ്കിൽ ആറ് ഭാഗത്താണ് ന്യായം, ആറ് ഭാഗത്താണ് തെറ്റെന്ന് അമ്മയ്ക്ക് തന്നെ കോമൺ സെൻസറോടി ചിന്തിച്ചൂടെ അമ്മേ എന്ന് ചോദിക്കാണ്. എടി എടി എന്ന് വിളിക്കുമ്പോഴേക്കും കൃഷ്ണ, എനിക്ക് പഠിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോണുണ്ട്. ബബിത പറയാണ്, അതെ എനിക്ക് പഠിക്കണം. ഇത്രയും ദിവസം നീ പഠിക്കാനല്ലായിരുന്നല്ലോ, ഫോണിഞ്ഞോണ്ട് ഇരിക്കുകയായിരുന്നല്ലോ. പിന്നെ എന്താ പെട്ടെന്നൊരു പഠിത്തമൊക്കെ? അമ്മയുടെ അടുത്തിരുന്നാലേ ഓരോന്നും കേട്ട് എൻ്റെ തല പെരുക്കും. അതുകൊണ്ടാ അമ്മ അച്ഛനെങ്കിലും കുറച്ച് സമാധാനം കൊടുക്ക്. അച്ഛൻ ആകെപ്പാടെ മാനസികമായിട്ട് തകർന്നൊരവസ്ഥയിലാ. അമ്മ എന്തിനാ വീണ്ടും വീണ്ടും പിന്നെ എങ്ങനെ പോയി ദേഷ്യപ്പെടുത്തുന്നത്? അത് മാത്രമല്ല, രോഹിയേട്ടനെ സമാധാനിപ്പിക്കാനുള്ളതിന് അമ്മ അവിടെ പോയി കിടന്ന് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത് എന്ന് ചോദിക്കാണ്. ഓഹോ, അപ്പൊ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടാണല്ലേ? ആരാടി നിനക്കിതൊക്കെ പറഞ്ഞു തന്നത്? എന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ആരാടി ഇങ്ങനെ പ്ലാൻ ചെയ്തത്? അലീനയായിരിക്കും, എനിക്ക് മനസ്സിലായി. അമ്മേ, അലീന എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ഇന്നേ വരെ അമ്മയുടെ കുറ്റവും പറഞ്ഞിട്ടില്ല, കുറവും പറഞ്ഞിട്ടില്ല. നല്ലത് മാത്രമേ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളെന്ന് എനിക്ക് ഉറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് അവളും പോവാണ്. ആകെപ്പാടെ തകർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ വൈജ. തൻ്റെ മക്കളെങ്കിലും തൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നല്ലോ. വേറെ ആരുമില്ലെങ്കിലും രോഹിയും അതുപോലെ ബബിതയും കാണുമെന്ന് അവൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടും പേരും കൂടി തന്നെ തഴഞ്ഞപ്പോൾ ആകെപ്പാടെ മനപ്രയാസത്തിലാവുകയാണ് നമ്മുടെ വൈജ. അങ്ങനെ പതിയെ സ്റ്റെപ്പ് കയറി നമ്മുടെ രോഹിയുടെ അടുത്തേക്ക് പോവാണ് വൈജ.
അങ്ങനെ ഒരു വിധത്തില് മേളിൽ ചെല്ലുന്നുണ്ട്. ചെന്ന് കഥക് തുറക്കുമ്പോൾ രോഹി കിടക്കായിരിക്കും. രോഹിയോട് വൈദ്യ ചോദിക്കാണ്, നിനക്കിപ്പോ എങ്ങനുണ്ട്? ഇപ്പം കുറച്ച് ആശ്വാസം ഉണ്ടമ്മേ. പനി കുറവുണ്ടോ? ആ ഉണ്ടമ്മേ. ഗുളിയൊക്കെ കഴിച്ചോ? ആ കഴിച്ചു. ആ എന്നാ പറയാനാ, നീ കാരണം ഇപ്പോൾ എനിക്ക് പുറത്തേക്കെങ്ങ് ഇറങ്ങാൻ വയ്യ. ലീവ് കഴിഞ്ഞാലും ഞാൻ എങ്ങനെ ഓഫീസിലേക്ക് പോകുമെന്ന് ഓർക്കാം. അമ്മേ, അത് നീ തെറ്റൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് കോടതി തന്നെ വെറുതെ വിട്ടില്ലേ? വീണ്ടും അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എടാ, തെറ്റ് ചെയ്തില്ലെന്നുള്ള കാര്യമേ കുറച്ചു പേരെ അറിഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാവരും നീ കുറ്റക്കാരനാണെന്നാ പറയുന്നത്. അപ്പൊ എന്റെ മാനസികാവസ്ഥ നീ നാലേശ് നോക്കിക്കേ. ഹോ, ചത്താ മതിയെന്ന് തോന്നി എനിക്ക് എന്ന് പറയാണ്. രോഹി അപ്പോ മിണ്ടാതെ തലതിരിച്ച് കിടക്കുന്നുണ്ട്. എന്താടാ ഞാൻ മിണ്ടുമ്പം തലതിരിച്ച് പോണത്? മറുപടി പറയടാ എന്ന് പറയാണ്. അമ്മേ, ദയവ് ചെയ്ത് എന്നെ ശിക്ഷിക്കരുത്. ഞാൻ അല്ലെങ്കിൽ തന്നെ കുറെ കാലം കൊണ്ട് കുറെ അനുഭവിച്ചു. കഴിഞ്ഞ 1-2 മാസമായിട്ട് ശരിക്കും ഞാൻ അനുഭവിച്ചു. കുറെ പേരുടെ തല്ലും അടിയും എല്ലാം കൊണ്ടു. ചീത്ത കേട്ടു. എന്തൊക്കെ അനുഭവിച്ചു എന്ന് എനിക്കും എൻ്റെ കൂടെയുള്ളവർക്ക് മാത്രമേ അറിയുള്ളായിരുന്നു. ഇവിടെ വന്നപ്പോഴാ കുറച്ചെങ്കിലും ആശ്വാസം ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. ദയവ് ചെയ്ത് അമ്മ എന്നെ ഉപദ്രവിക്കരുത്. ഒന്ന് പോവുമോ എന്ന് ചോദിക്കാണ്. എന്താണ് നിനക്കിപ്പോൾ കിട്ടിയ ആശ്വാസം? അവളായിരിക്കും ആ അലീനയല്ലേ എന്ന് ചോദിക്കാണ്. രോഹി അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. പറയടാ, വാ തുറന്ന് പറ. അവളെല്ലാരെയും മയക്കിക്കൊണ്ടിരിക്കുകയല്ലേ? നിന്നെ മയക്കി കാണുമല്ലോ. നീ ഒരു തവണ അവളെ കയറി പിടിക്കാൻ നോക്കിയവനല്ലേ? ഇപ്പോ അവളെല്ലാരത്തിനും വഴങ്ങി തന്നോടാ എന്ന് ചോദിക്കുമ്പോഴേക്കും, ദേ അമ്മേ, അമ്മയുടെ നാക്കില് ഇങ്ങനത്തെ വർത്താനം വരുള്ളൂ. അമ്മയുടെ നാക്ക് പിഴച്ചതാണെന്നും പറഞ്ഞ് എല്ലാരും അങ്ങനെ പറയാൻ നിൽക്കരുത്. എന്താടാ നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഉള്ള കാര്യം തന്നെയാ. എന്തൊക്കെയാണെങ്കിലും അലീന എന്റെ സ്വന്തം കൂടെപ്പിറപ്പല്ലേ, അച്ഛൻ്റെ മകളല്ലേ. അങ്ങനെയുള്ളപ്പോ എനിക്കെന്ത് പറ്റിയത് വലിയൊരു അപരാധമാ. എന്റെ കൃഷ്ണയും ബബിതയും പോലെ ഞാൻ കാണേണ്ടതായിരുന്നു അലീന ചേച്ചിനെയും. പക്ഷെ എനിക്കത് പറ്റിയില്ല. പക്ഷെ ഇപ്പൊ ഞാനതോർത്ത് ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്. അലീന എന്റെ ചേച്ചി തന്നെയാ. എനിക്കിപ്പം അത് ഉറപ്പാ. അലീന പറഞ്ഞു, അല്ലെങ്കിൽ പോയിട്ട് എന്റെയും അലീനയും കൂടി DNA നോക്കിക്കോളാൻ. 6 വേണമെങ്കിൽ DNA ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. ചേച്ചിയാണോ അല്ലയോ എന്ന് അറിയാമെന്നും പറഞ്ഞിട്ടുണ്ട്. എടാ, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവള് വേർതിരെ കുഞ്ഞല്ലേടാ. അമ്മേ, അച്ഛൻ്റെ കുഞ്ഞല്ലേ, അങ്ങനെ കരുതിയാ പോരെ? എടാ, നിന്റെ അച്ഛനപ്പം എന്നെ ചതിക്കായിരുന്നു. അത് നീ മറന്നുപോയോ? അമ്മേ, അത് 23 വർഷം മുമ്പുള്ള കാര്യമല്ലേ. അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നത്? അമ്മയ്ക്ക് ഞങ്ങൾ മക്കളാണോ വലുത്, അമ്മയുടെ വാശിയാണോ വലുത്? ഇനിയെങ്കിലും അച്ഛനുമായിട്ട് തല്ലുമഴക്കം ഉണ്ടാക്കാതെ വാശി വൈരാഗ്യം കാണിക്കാതെ സമാധാനത്തോടുകൂടി അമ്മയ്ക്ക് ജീവിച്ചൂടെ? ഞങ്ങളെ മക്കളെ നോക്കി എന്നെങ്കിലും അമ്മ ഞങ്ങളെ 3 പേരെ സ്നേഹിച്ചിട്ടുണ്ടോ? അമ്മയെ നാലേശ് നോക്ക്. എപ്പോഴും അമ്മയ്ക്ക് അമ്മയുടെ വാശി, അമ്മയുടെ ശരികള്, അമ്മയുടെ സ്വാർത്ഥത, അമ്മയുടെ ജോലി, അമ്മയുടെ കാര്യങ്ങൾ എല്ലാം അമ്മ അമ്മ അമ്മ. വൈജിയായിരുന്നു വൈജിക്കെല്ലാം. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ഞങ്ങളെ മക്കളോട് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞു പിടിപ്പിച്ചത് ആരാടാ? നിന്റെ അച്ഛനും അവളും കൂടി ആയിരിക്കും അല്ലേ? ഞാൻ തിരിച്ചു വരുമ്പം എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തണമെന്ന് മനഃപൂർവ്വം തീരുമാനിച്ചിരിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കാണ്. അമ്മേ, അലീന നിമിഷം വരെ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല. പിന്നെ അമ്മ ഈ പറയുന്ന കുറ്റമെല്ലാം എന്തിനാ പറയണമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛൻ തെറ്റ് ചെയ്തു, ശരിയാ. അത് പണ്ടെന്ന് സംഭവിച്ചു പോയതാ. അതച്ഛൻ പറഞ്ഞല്ലോ. ഏതോ ഒരു കാമുകയില് അച്ഛനത് സംഭവിച്ചു പോയതാണെന്ന്. അന്ന് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ട് ആ കുട്ടി ഉണ്ടെന്നറിഞ്ഞെങ്കിൽ അച്ഛൻ വേറെ വിവാഹം കഴിക്കില്ലായിരുന്നല്ലോ. പക്ഷെ അറിയാതെ പോയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ അമ്മയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ക്ഷമിച്ചൂടെ എന്ന് ചോദിക്കാണ്. ക്ഷമിക്കാടാ, ഞാനെല്ലാം ക്ഷമിക്കാം. ഞാനാണല്ലോ ഇപ്പൊ എല്ലാവർക്കും ബാധ്യത. ഞാനിവിടുന്ന് പൊയ്ക്കോളാടാ. ഇതിപ്പം അലീനയുടെ വീടല്ലേ, എന്റെ അല്ലല്ലോ എന്ന് പറയാണ്. അമ്മയോട് എത്രയൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ല. അമ്മയ്ക്കൊരു കാര്യം അറിയോ? ഞാനേ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നവനായിരുന്നു ഹരിയുടെ കൂടെ. ഹരിയാ അത് ഞങ്ങൾ എല്ലാവരെയും അതിലേക്ക് വലിച്ചഴിച്ചത്. ഞാൻ എതിർത്തില്ലെന്നുള്ളത് ശരി തന്നെയാ. പക്ഷെ അന്ന് ദിവസം ഞാൻ ശരണനെ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ അവന്മാരെ ബാത്റൂമിലിട്ട് പൂട്ടി, എന്നെ കുറെ തല്ലി, എന്റെ ഫോൺ പിടിച്ചു മേടിച്ച് വെച്ചു. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ശരണനെ എനിക്ക് രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. ഒന്നും സാധിച്ചില്ല. അവസാന നിമിഷം എന്നെ അവന്മാരെ പുറത്തിറക്കി വിട്ടത്. ആ കോളനിയിലേക്ക് പോയി ജീവൻ പണയം വെച്ച അലീന എന്നെ രക്ഷപ്പെടുത്തിയത്. അമ്മ ആ വീഡിയോ കണ്ടിരുന്നോ? ആ ഒരു സ്ഥലത്ത് വെച്ച് എല്ലാവരും കൂടി അവളെ മണ്ണെണ്ണയൊഴിച്ച് തീ കത്തിക്കാൻ നിൽക്കുകയായിരുന്നു. തീപ്പെട്ടി വരാഞ്ഞത് കൊണ്ടാ അന്ന് അവൾക്കൊന്നും സംഭവിക്കാഞ്ഞത്. അവിടെ പോയി ആ കുട്ടി ആശ്വസിപ്പിച്ച് അവൾക്ക് ധൈര്യം കൊടുത്തുകൊണ്ടല്ലേ അവൾ സത്യം തുറന്നു പറഞ്ഞത്.
ഞാൻ പലതവണ പോലീസിനോട് പറഞ്ഞിട്ടും പോലീസുകാർ ഇത് അംഗീകരിച്ചില്ല. അവർക്കെല്ലാം സത്യം അറിയായിരുന്നു. പക്ഷേ എന്നെയും കൂടി ജയിലിൽ ചേർക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. 4 പേര് പ്രതിപ്പട്ടികയിൽ വേണമെന്നുള്ളത് അവർ നിർബന്ധമായിരുന്നു. അങ്ങനെ ഒരു വിധത്തിലാണ് ശരണ്യ വന്ന് എന്നെ പറഞ്ഞത്. ഞാൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞത്. അതിന് ധൈര്യം കൊടുത്തത് അലീനയാ. അലീനയോടല്ലേ അവൾ സത്യം പറഞ്ഞത് എന്ന് ചോദിക്കാണ്. അതുകൊണ്ടാണ് ഞാനിന്നിവിടെ ജീവനോടെ നിൽക്കുന്നത്. എന്നിട്ട് അമ്മയ്ക്ക് അതൊന്നും വേണ്ടേ? എൻ്റെ അമ്മയുടെ മോനല്ലേ ഞാൻ ജീവനോടെ തിരികെ വന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കാണ്. പിന്നെ ഒരലീന, അവള് രക്ഷപ്പെടുത്തിയിട്ട് നീ അങ്ങനെ രക്ഷപ്പെടണ്ടായിരുന്നു, ജയിലിൽ തന്നെ കിടന്നാ മതിയായിരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും അവന് ഒന്നും മിണ്ടുന്നില്ല. എന്താടാ മറുപടി എന്നിട്ട് പറയാത്തത്? എനിക്കങ്ങനെ തോന്നുന്നത്. അലീന വന്ന് നിന്നെ രക്ഷപ്പെടുത്തിയാലും നല്ലതേ നീ ജയിലിൽ കിടന്നാൽ മതിയായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് എന്നോട് ഒരു തുള്ളി പോലെ സ്നേഹമില്ല. സ്നേഹമുള്ള ഏതെങ്കിലും അമ്മമാരെ ഇങ്ങനെ പറയുവോ? സ്വന്തം മോൻ മരിച്ചാലും മരുമകളുടെ കണ്ണിലെ കണ്ണീര് കാണുമെന്ന് പഴമക്കാർ പറയല്ലോ. അതാ അമ്മയുടെ ആറ്റിറ്റ്യൂഡ്. സ്വന്തം മക്കളും ഭർത്താവും വേദനിച്ചാലും സാരമില്ല, അമ്മ ജയിക്കണം, അമ്മയുടെ വാശി ജയിക്കണം, അമ്മയുടെ ആഗ്രഹം സാധിക്കണം. ഇത് മാത്രമാണ് അമ്മയുടെ ലക്ഷ്യം. അമ്മയ്ക്കെന്നും അമ്മയെ മാത്രം മതി, അമ്മയുടെ കാര്യങ്ങൾ മാത്രം മതി. മറ്റാരെക്കുറിച്ചും അമ്മ ചിന്തിക്കാറ് കൂടിയില്ല. ഞങ്ങൾ മക്കളെ ഒന്ന് സ്നേഹിച്ചിട്ടെങ്കിലും ഉണ്ടോ? ഒരു ഉമ്മയെങ്കിലും വന്നിട്ടുണ്ടോ? അമ്മയെന്ന് ആലോചിച്ച് നോക്ക്. എപ്പോഴും അമ്മയുടെ അടിയും ശാസനയും തന്നെയായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും. ഏറ്റവും ഇളയതല്ലേ കൃഷ്ണമോള്, അവളെയെങ്കിലും അമ്മ കുഞ്ഞിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാണ്. എടാ നീ എന്ന് പറഞ്ഞ് കൈ ചൂണ്ടുമ്പം അവൻ കൈ കുപ്പിക്കൊണ്ട് പറയാണ്, അമ്മ ദയവ് ചെയ്ത് ഒന്നിറങ്ങി പോവോ? എനിക്ക് കാണണ്ട അമ്മേനെ, കാണുന്ന പോലും എനിക്ക് വെറുപ്പാ എന്ന് പറയാണ്. ഇത് കേട്ട് വൈജ ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വരികയാണ്. അങ്ങനെയുള്ള കഥ തുറന്ന് അവിടുന്ന് പതിയെ വലിഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്. ഇതേ സമയം അങ്ങോട്ടേക്ക് ഫുഡുമായിട്ട് അലീന അപ്പുറത്തുകൂടി വരുന്നത് കാണുകയാണ്. അത് കണ്ട് വൈജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന വൈദ്യരുടെ മുഖത്തേക്ക് പോലും നോക്കാതെ നമ്മുടെ രോഹിക്കുള്ള ഫുഡുമായിട്ട് മുറിയിലേക്ക് കയറുന്നുണ്ട്. രോഹി, ദേ ചോറും കറികളും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, നീ കഴിച്ചോ? എനിക്ക് അടുക്കളയില് കുറച്ച് പണിയുണ്ട്. തനിയെ കഴിക്കില്ലേ, അതോ ഞാൻ വരുമ്പോഴും തിരിച്ചിങ്ങനെ തന്നെ വെച്ചേക്കോ എന്ന് ചോദിക്കാണ്. ഇല്ല, ഞാൻ കഴിച്ചോളാം, പോയിക്കോ എന്ന് പറയാണ്. എന്നാ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവിടുന്ന് താഴേക്ക് പോവാണ്. അപ്പോ വൈജ പതിയെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന കാണുമ്പോൾ മേഡം ഞാൻ സഹായിക്കണമെന്ന് ചോദിക്കാണ്. വേണ്ടടി, നീ സഹായിച്ചിടത്തോളം മതി. എൻ്റെ ഭർത്താവിനെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ മക്കളെയും എല്ലാവരും നീ വെറുതെയിലാക്കിയില്ലേ, ഇതിൽ കൂടുതൽ എന്ത് സഹായവാടി നീ ചെയ്യാനുള്ളത് എന്ന് ചോദിക്കാണ്. മേഡം, അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തത്? ഞാൻ ആരോടും ഒന്നും ചെയ്തിട്ടില്ല. മേഡം കരുതുന്ന പോലൊന്നും അല്ല. ഞാൻ ആ രോഹിത്തിനൊക്കെ കൂടപ്പിറപ്പല്ലേ. എന്തിനാ എന്നോട് വേറെ വ്യത്യാസം? ഇത്തരം വർഷങ്ങൾ കഴിഞ്ഞു പോയില്ലേ. എനിക്ക് 23 വയസ്സായി. ഞാൻ ആർക്കും ഒരിക്കലും ഒരു ബാധ്യതയാവില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. പക്ഷേ അതുവരെ എനിക്കൂടെ നിൽക്കാനൊരു അവസരം തന്നൂടെ എന്ന് ചോദിക്കാണ്. ഞാൻ എന്തൊക്കെയാണെങ്കിലും മേഡത്തിന്റെ ഭർത്താവിന്റെ മകളല്ലേ. അങ്ങനെയുള്ളപ്പോ എന്നെ മകളായിട്ട് സ്വീകരിച്ചൂടെ? എന്നെ ഒരു മോളെ പോലെ കണ്ടൂടെ എന്ന് ചോദിക്കാണ്. നിന്നെ ഞാൻ അമ്മയെപ്പോലെ കാണാനോ? ഏതോ വഴിപഴച്ചുള്ള പിഴച്ചിട്ട് പോയാ നിന്നെ ഞാൻ കാണൂടി എന്ന് ചോദിക്കാണ്. ദേ, എൻ്റെ അമ്മയെ മാത്രം കുറ്റം പറയരുത്, അതെനിക്ക് ഇഷ്ടമില്ല. പറഞ്ഞാ നീ എന്ത് ചെയ്യുവടി? നീ മാത്രമല്ല, നിന്നെ അവിടെ വളർത്തിയവളുണ്ടല്ലോ ആ പ്രതിത്ത, അവളും നിന്റെ കൂടെയുള്ള എല്ലാവളുമാരും പിഴച്ചവളുമാർ തന്നെയാ. എനിക്കത് ഉറപ്പാടി എന്ന് പറയുമ്പോഴേക്കും അലീനയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. മതി മേഡം, നിർത്തിക്കോ. മേഡം അതിര് കടന്നു പോകുന്നുണ്ട്. മേഡം എന്നെ പറഞ്ഞോ, ഞാൻ കേട്ടോളാം. പക്ഷേ എൻ്റെ പ്രതിത്ത മമ്മി, ഈ ലോകത്ത് ഞാൻ എന്നെക്കാളും ഏറ്റവും സ്നേഹിക്കുന്നത് എൻ്റെ മമ്മീനെയാ. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ബാക്കി ഈ ലോകത്ത് എല്ലാവരും. ആ മമ്മീനെയാ ഞാൻ ദൈവമായി കാണുന്നത്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ എല്ലാ നേരവും ഉള്ളത് ആ മമ്മിയാ. ആ മമ്മിയുടെ വാക്കുകളാ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അവരുടെ ഫോട്ടോ കണ്ട ഞാൻ കിടന്ന് ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും. അതുകൊണ്ട് അവരെന്തെങ്കിലും പറഞ്ഞാൽ എനിക്കെന്റെ ദേഷ്യം വരും. അതിന് മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്നും ഞാൻ നോക്കില്ല. എന്താടി, നീ എന്നെ തല്ലുവോ? എങ്കിൽ തല്ലടി. അതോ നീ എന്നെ ഇവിടെ നിന്ന് തള്ളി താഴെടുവോ? എങ്കിൽ അതൊന്ന് കാണട്ടടി ഞാൻ. ഈ വൈദ്യനെ തൊടാൻ മാത്രമുള്ള ധൈര്യമൊക്കെ നിന്നെ കൊണ്ടോടി എന്ന് ചോദിക്കാണ്. മേഡം, ആവശ്യമില്ലാതെ എന്നോട് വഴക്കിന് വരണ്ട. ഞാൻ പറഞ്ഞല്ലോ, എന്തിനാ വെറുതെ വായിൽ കോയിട്ട് കുത്തുന്നത്?
അതെടി, എനിക്ക് അതിനുള്ള താല്പര്യമുണ്ട്. എന്താടി, നീ സമ്മതിക്കോ? മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ. എൻ്റെ എല്ലാവരെയും നീ ഇനി വേർപെടുത്തിയില്ലേ? നിനക്ക് അതിനുള്ള ശിക്ഷ ഞാൻ നൽകിയിരിക്കും. ഞാൻ പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയും. ആ പ്രീതാമമ്മിയാണ് ഇതിനെല്ലാം കാരണക്കാരി. അവളൊരു എന്നും പറഞ്ഞുകൊണ്ട് മോശമായിട്ട് ഒരു വാക്ക് പറയാണ്. അപ്പോഴേക്കും അലിനയുടെ കയ്യില് രോഹിയുടെ മുറിയിന്നെടുത്ത അവൻ നേരത്തെ കഴിച്ച ഗ്ലാസ് നേരത്തെ കുടിച്ച വെള്ളത്തിന്റെ ആ ഗ്ലാസ് അവിടെ ഇരിക്കുകയായിരുന്നു. അതും എടുത്തുകൊണ്ടാണ് അലിന ഇറങ്ങി വന്നത്. ആ ഗ്ലാസ് എടുത്ത് സ്റ്റെയറിലേക്ക് അലിന വലിച്ചെറിയുന്നുണ്ട്. ദേ, ഒരക്ഷരം മിണ്ടിപ്പോവരുത് എൻ്റെ മമ്മിയെ പറ്റി. എൻ്റെ പ്രായത്തിൽ മൂത്തവരായിപ്പോയി. അല്ലെങ്കിൽ ആ ഗ്ലാസും കൊണ്ട് നിങ്ങളുടെ തലക്കീര അടിച്ചേനെ. പറഞ്ഞേക്കാം, എൻ്റെ മമ്മിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ പിന്നെ ഞാനായിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട അലീന അവിടുന്ന് ഇറങ്ങിപ്പോവാണ്. ഇത്രയും കാലം കാണാത്ത അലീനയുടെ മറ്റൊരു മുഖം കണ്ട് ഞെട്ടി നിൽക്കാണ് വൈജ. ഈ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് ബബിതയും അതുപോലെ കൃഷ്ണയും ബാലനും ഒക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അലീന ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറി വാതിൽ വലിച്ചടയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. പരിതാമയുടെ ഫോട്ടോ എടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ കാരണം അമ്മൻ്റെ മമ്മിക്ക് കൂടി ഇത് കേൾക്കേണ്ടി വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഒന്നും വേണ്ടായിരുന്നു മമ്മി, ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോയി ജീവിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ എൻ്റെ അമ്മയെ കാണാനായിട്ട് ഞാൻ വരേണ്ട കാര്യമില്ലായിരുന്നു. വന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടിയും കേൾക്കേണ്ടിയൊക്കെ വരുന്നത്. ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടി കരയാണ് കേട്ടോ. പൊട്ടി പൊട്ടി ചങ്ക് പൊട്ടി കരയുന്നുണ്ട്. ഈ സമയത്ത് വൈജ അവിടുന്ന് പതിയെ സ്റ്റെയറിന് താഴേക്ക് ഇറങ്ങാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബബിത കയറി വരുന്നുണ്ട്. ഇതാരാ ക്ലാസ് പൊട്ടിച്ചേ? അമ്മയാണോ? എന്താമ്മേ, എന്താ കാര്യം എന്ന് ചോദിക്കാണ്. ഞാനൊന്നും അല്ല, നീയൊക്കെ പൂവിട്ട് പൂജിക്കുന്ന അവളുണ്ടൊരു അലീന, അവളെ എന്റെ തലക്കിട്ടടിക്കേണ്ട പകരം താഴേക്ക് എറിഞ്ഞ് പൊട്ടിച്ചതാ. അവള് പറയുകയും ചെയ്തു എന്റെ തലക്കടിച്ചേനെ ആ പ്രായത്തിൽ മൂത്തതായതുകൊണ്ടാന്ന്. ആ അഹങ്കാരിനെ എല്ലാവരുടെ പൂവിട്ട് പൂജിക്കല്ലേ? അനുഭവിച്ചോ എല്ലാരും. നാളെയൊക്കെ നിനക്കിട്ടൊക്കെ ആയിരിക്കും കിട്ടാൻ പോണത്. ഇന്ന് എനിക്കിട്ടാണെങ്കിലേ നാളെ നിനക്കിട്ടാം. കൃഷ്ണമോള് പറഞ്ഞുണ്ട്, ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അമ്മ അതുപോലെ എന്തെങ്കിലും പറഞ്ഞു കാണും, അല്ലെങ്കിൽ ചേച്ചി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ ഞാൻ ആൾറെഡി ചെയ്തത്? അതെ, അമ്മ തന്നെയാ, എനിക്ക് ഉറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അലിയുടെ മുറിയിലേക്ക് പോവാണ്. പിന്നാലെ തന്നെ ബാലേന്ദ്രനും അതുപോലെ തന്നെ നമ്മുടെ ബബിതയും കൂടി ചെല്ലാണ്. അപ്പോഴേക്കും ഡോറിന് മുട്ടുമ്പം അലിനവൻ തുറക്കുന്നുണ്ട്. പ്രീതാമയുടെ ഫോട്ടോയും കയ്യിലിരിപ്പുണ്ട്. കണ്ണുനീര് ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. കൃഷ്ണ പെട്ടെന്ന് പോയി പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ പറ്റിയേ? ചേച്ചി എന്തിനാ കരയുന്നേ എന്ന് ചോദിക്കാണ്. ഒന്നുമില്ല മോളെ, എന്തോ ഉണ്ട്. അമ്മയുമായിട്ട് അവിടെ എന്തോ പ്രശ്നം നടന്നു. എന്താ ചേച്ചി, എന്താ കാര്യം? അത് പിന്നെ അച്ഛനറിയാലോ, ഞാൻ ഈ ലോകത്ത് ഏറ്റവും സ്നേഹിക്കുന്നത് എൻ്റെ മമ്മീനെയാ. മരിച്ചു പോയെങ്കിലും മമ്മി എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത് പോലെ എനിക്ക് തോന്നലുണ്ട്. ഞങ്ങളെ ഒരുപാട് അനാഥ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ നോക്കിയതാ ആ അമ്മ. ജീവിതം പോലും മാറ്റിവെച്ച് അവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് സഹിക്കാനാവില്ല. അവരെ മേഡം മോശമായി പറഞ്ഞു. അത് കേട്ട് എനിക്ക് സഹിക്കാനായില്ല. ആ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചത് ഞാൻ തന്നെയാ, എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ പറയുകയൊക്കെ ചെയ്തു പോയേനെ. അതുകൊണ്ടാ എന്നോട് ക്ഷമിക്കണം അച്ഛാ എന്ന് പറയാണ്. മോളെ, നീ ഒരു മനുഷ്യ സ്ത്രീയാ. വികാരങ്ങളും നിന്റെ ദേഷ്യവും എല്ലാം പ്രകടിപ്പിക്കാനുള്ള അവകാശം നിനക്കുണ്ട്. അത് ആർക്കു വേണ്ടി നീ മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായല്ലോ? നീ ചെയ്ത് തെറ്റാണെന്ന് ആരും പറയില്ല. പിഴച്ചു നടന്നിട്ട് അവള് ബാക്കിയുള്ളവരെ ഇങ്ങനെ പറയുന്നോ? ഭവിത ചോദിക്കുകയാണ്. എന്താ അച്ഛൻ പറഞ്ഞേ? അല്ല, ഞാൻ പറയായിരുന്നു, അവളുടെ നാക്കേ അത്രയ്ക്ക് മോശപ്പെട്ട നാക്കാ. എന്നിട്ട് ആ പാവ സ്ത്രീയെക്കുറിച്ച് അങ്ങനെ പറയാനുള്ള എന്ത് യോഗ്യതയാ അവക്കുള്ളത്? വലിയൊരു പുണ്യവതി വന്നിരിക്കുന്നു. ബാക്കിയുള്ള എല്ലാവരെയും അവക്ക് പറഞ്ഞ എന്താ റൈറ്റ്സ് ഉള്ളത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? ഒരു തെറ്റുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. കൃഷ്ണ പറയാണ്, അമ്മ എന്താ ഇങ്ങനായി പോകുന്നത്? എത്രയൊക്കെ അമ്മയോട് പറഞ്ഞിട്ടും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ചേച്ചി കരയണ്ട, സാറില്ല ചേച്ചി വിഷമിക്കാതിരിക്കുക എന്ന് പറയാണ്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അത്രയ്ക്ക് അഹങ്കാരം അവൾക്ക് കൊള്ളില്ലല്ലോ. ഞാൻ സംസാരിക്കാം അവളോട്. അയ്യോ അച്ഛാ, അതൊന്നും വേണ്ട. ഞാൻ കൊടുക്കാനുള്ള മറുപടി ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് മതി. ഇനി നിങ്ങൾ സംസാരിച്ച് അത് വലിയൊരു വിഷയത്തിലേക്ക് പോകരുത്, ദയവ് ചെയ്ത്. ഞാൻ കാല് പിടിക്കാം. ഞാൻ കാരണം ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഒന്നും ചോദിച്ചില്ല, സഹായിക്കണമെന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അതും പറഞ്ഞു തുടങ്ങിയ പ്രശ്ന
ഇനിയിപ്പോൾ ഇത് സ്ഥിരം പ്രതീക്ഷിക്കാം. എന്നെ കാണുന്ന പോലും മേഡത്തിന് ഭയങ്കര ദേഷ്യമല്ലേ, ഭയങ്കര വെറുപ്പാ. അതുകൊണ്ട് മേഡം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലൊന്നും ഒരു കാര്യമില്ല അച്ഛാ, അത് മൈൻഡ് ചെയ്യുകയേ വേണ്ട എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഈ അഹങ്കാരം അത്രയ്ക്ക് കൊള്ളില്ലല്ലോ എന്ന് പറയുമ്പം അച്ഛാ പ്ലീസ് ദയവ് ചെയ്ത് ഇതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കല്ലേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, ഞാൻ ആ ഗ്ലാസ് പോയി ക്ലീൻ ചെയ്യാൻ ചേച്ചി. അയ്യോ വേണ്ട കൃഷ്ണമോളെ, ഞാൻ തന്നെ ചെയ്തോളാം. മോളുടെ കാലിലൊക്കെ അത് കുത്തിക്കയറും, ഞാൻ ചെയ്തോളാം. വേണ്ട ചേച്ചി, ഞാൻ ചെയ്തോളാം, വേണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ചൂലും അതുപോലെ തന്നെ തൂത്തുവാരിയൊക്കെ ആയിട്ട് അവൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും വൈദ്യ സ്റ്റെയർ ഇറങ്ങി തീർന്നിട്ടുണ്ട്. പതിയെ മുറിയിലേക്ക് പോയിട്ടുമുണ്ട്. അലീന പോയിട്ട് ആ ഗ്ലാസ് എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കൊണ്ടുവന്ന് വേസ്റ്റ് ബിന്നിൽ കളയാണ്. ഈ സമയത്ത് കൃഷ്ണ പോയിട്ട് വൈദ്യയോട് ചോദിക്കുകയാണ്, അമ്മ എന്ത് ഭാവിച്ച് എങ്ങനെയൊക്കെ തുടങ്ങുന്നത്? ചേച്ചി ദൈവത്തെ പോലെ കാണുന്ന ഒരാളാ ആ മമ്മി, അവരെക്കുറിച്ചാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അമ്മയ്ക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്താടി എല്ലാവരും കൂടി എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണോ? ബബിത അവളുടെ വീതം, രോഹിത് അവളുടെ വീതം, നീ നിന്റെ ഭാഗം പറയാണോ? അവളെ എന്നോട് പറഞ്ഞു നേരിട്ട്, ഗ്ലാസ് കൊണ്ട് അവൾ വേറെ ആരെങ്കിലാണെങ്കിൽ തലക്കടിച്ചേരെ. പ്രായത്തിൽ മുതിർന്നായതുകൊണ്ട് മാത്രം അവളൊന്നും ചെയ്യാത്തേന്ന്. ചേച്ചി ചെയ്യാത്തതിന്റെ കാരണമേ അതൊന്നും അല്ല. അതൊന്നും പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല. അമ്മേനെ സ്വന്തം അമ്മയെപ്പോലെ കാണുന്നോണ്ടാ ചേച്ചി അങ്ങനൊന്നും ചെയ്യാത്തത്. ആ ഒരു ബോധമൊന്നും അമ്മയ്ക്കില്ലല്ലോ. അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ വാശി മാത്രം ജയിക്കണം. അമ്മയ്ക്ക് അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാണ്. എന്താടി എല്ലാവരും കൂടി എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? നാളെ തന്നെ ഞാനിവിടുന്ന് പോയിക്കോളാം. ഇതിപ്പോ അലിനയുടെ കൊട്ടാരമാണല്ലോ, അവളാണല്ലോ ഇവിടുത്തെ രാജ്ഞി. അവളുടെ അടിമകളല്ലേ നിങ്ങൾ എല്ലാവരും. അമ്മേ, ചേച്ചി ഞങ്ങളെ സ്നേഹിക്കുന്നത് എത്രത്തോളം ആണെന്ന് ഞങ്ങൾക്കറിയാം. അതൊന്നും ഇനി അമ്മ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെപ്പോലെ സ്ത്രീയൊക്കെ പറയാൻ അമ്മയ്ക്കെന്ത് യോഗ്യതയുള്ളത്? അവരൊക്കെ അനാഥരായ കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തുന്നവരാ. അങ്ങനെയുള്ളവരെ പറ്റിയൊക്കെ അമ്മയ്ക്ക് അമ്മ എങ്ങനെ അങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മയുടെ സ്വഭാവം. ഞാൻ പറഞ്ഞതിന് എന്താണ് തെറ്റ്? ഇതുപോലുള്ളവന്മാരിലൊക്കെയല്ലേ അവളെ വളർത്തുന്നത്. വളർത്തിയെങ്കിലും ഉപദേശിച്ചു വിട്ടതായിരിക്കും. ഏതെങ്കിലും കാശുകാരന്മാരുടെ വീട്ടിലേക്ക് പോയിട്ട് മകളാണെന്ന് പറ, ഭാര്യയാണെന്നൊക്കെ പറയാൻ. ദേ അമ്മേ, അമ്മ പറഞ്ഞതിലും ഒരു ലിമിറ്റുണ്ട്. ആദ്യം സ്വയം ആരാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. അമ്മയുടെ കഴിഞ്ഞ കാലം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് മതി ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താൻ. നീ എന്താണ് ഈ പറഞ്ഞത്? ഞാൻ പറഞ്ഞതാ അമ്മയുടെ ചെവിക്ക് കേട്ടില്ലേ? ഒന്നുകൂടി പറയണോ? അമ്മയുടെ തനിസ്വരൂപം എന്താണെന്നുള്ളത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ. അതിനെക്കുറിച്ചൊന്ന് ഓർത്ത് നോക്ക്. അപ്പം മനസ്സിലാകും ആരാണെന്ന്. അല്ലാതെ വെറുതെ ചേച്ചിയെ കുറ്റം പറയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്ന് പോവാണ്. കൃഷ്ണയുടെ ഇതുവരെ കാണാത്തൊരു മുഖം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ വൈജ. അവൾ പറഞ്ഞതിന്റെ പോലും മനസ്സിലാവാതെ ആകെപ്പാടെ വല്ലാത്തൊരു വിഷമാവസ്ഥയിൽ വൈജ നിൽക്കുകയാണ്. കാരണം പറഞ്ഞല്ലോ, അമ്മയുടെ കഴിഞ്ഞ കാലത്തില് അമ്മ എങ്ങനെയായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കാൻ. അത് കേട്ടപ്പോൾ നമ്മുടെ വൈജയുടെ റിലേ പോയിട്ടോ. അങ്ങനെ വൈജ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നിൽക്കായിരിക്കും. ബബിതയാണെങ്കിലും പോയിട്ട് അലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടോട് കിടക്കാണ് കേട്ടോ രോഹിത് ആണെങ്കിലും ഒന്നും മിണ്ടാതെ കിടക്കാണ്. വൈദ്യരുടെ സ്വഭാവം ഓൾറെഡി അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് അവനറിയാം. അവൻ അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവിടെ കിടക്കാണ് കേട്ടോ.